അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മൾ പോയിൻ്റ് വസ്തുക്കളെക്കുറിച്ചും പിന്നെ 1 ഡയമെൻഷൽ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ മോഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. പിന്നെ ഇന്ന് പറയാൻ പോകുന്നത് ലീനിയർ മോഷനെ കുറിച്ചാണ്. നേർരേഖാ ചലനം. നേർരേഖാ ചലനം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തിന് പറയുന്ന പേരാണ് എന്ത്? നേർരേഖാ ചലനം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനത്തിന് പറയുന്ന പേരാണ് നേർരേഖാ ചലനം. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് മാമ്പഴം ഞെട്ടറ്റി വീഴുന്നത്, അതുപോലെ ലിഫ്റ്റ് ഉയരുന്നത്, വെടിയുണ്ടയുടെ ചലനം, ഇതെല്ലാം എന്താണ്? നേർരേഖയിലുള്ള ചലനം. അതിനെന്തെങ്കിലും വ്യതിചലനം വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ പറയുക, വെടിയുണ്ടയുടെ ചലനം എന്ന് ആലോചിച്ച് നോക്കിയൊക്കെ നേർരേഖയിലാണ് പോകുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് പറയും. ഇനി സമചലനം എന്താണെന്നാണ് അടുത്ത പറയുന്നത്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിൻ്റെ തുല്യ ഇടവേളയിൽ തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ അതിനെ നേർരേഖയിലൂടെയുള്ള സമചലനം എന്ന് പറയും. സമചലനം എന്താണെന്ന് പറയുക? ഇപ്പോൾ നമ്മൾ ആ സമചലനം എന്ന് പറയുമ്പോൾ തുല്യ ദൂരങ്ങൾ തുല്യ ഇടവേളകളിലായിരിക്കും, തുല്യ സമയ ഇടവേളകളിലായിരിക്കും. അതിൻ്റെ ഒരു സെക്കൻഡിൽ ചിലപ്പോൾ 1 മീറ്റർ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത ഒരു സെക്കൻഡിലും എത്രയാണ്? 1 മീറ്റർ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ സെക്കൻഡിലും 1 മീറ്റർ വെച്ച് ഇങ്ങനെ ഒരുപോലെ പോകുന്നതിനാണ് എന്ത് പറയുക? സമചലനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സമയവും തുല്യമായിരിക്കും, അത് തുല്യ ദൂരങ്ങളിൽ സമയം തുല്യമായിരിക്കും. അതിനാണ് നമ്മൾ സമചലനം എന്ന് പറയുക. യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, അധികം നോക്കേണ്ട ആവശ്യമില്ല. സമചലനം എന്തെന്ന് പറയുമ്പോൾ എന്താണ്? ടൈമും അവിടെ സെയിം ആയിരിക്കും, അതുപോലെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരവും സെയിം ആയിരിക്കും. അത്രേ നമ്മൾ ഓർത്താൽ മതി. സമചലനം ആ വേർഡാണ് ഓർത്തിരിക്കേണ്ടത്. സമചലനം, യൂണിഫോം മോഷൻ എന്ന് പറയും സമചലനം. ഓക്കെ. ഇനി നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് സ്ഥാനസമയ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? പൊസിഷനും അതുപോലെ ടി എന്ന് പറയുന്നത് സമയവുമാണ്. സ്ഥാനസമയ ഗ്രാഫാണിത്. അപ്പം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു എങ്ങനെയായിരിക്കും പോവുക? സ്ഥാനമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത് സ്ഥാനസമയ ഗ്രാഫ്. സ്ഥാനസമയ ഗ്രാഫ് നോക്കി, ഇത് ഇവിടെ പൊസിഷനും അതുപോലെ ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ സമചലനത്തിലുള്ള ഒരു വസ്തുവിൻ്റെ സ്ഥാനസമയ ഗ്രാഫാണിത്. സമചലനം എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സെക്കൻഡ് ദൂരം കവർ ചെയ്യുമ്പോഴേക്കും അതെന്താണ്? പൊസിഷൻ അതിൻ്റെ ഇവിടെയായി മാറി. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്. ഇപ്പോൾ പൊസിഷൻ മാറിയില്ലെങ്കിൽ ഇതിൻ്റെ ലൈൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. പൊസിഷന് ഒരു മാറ്റം ഉണ്ടാവില്ല, പൊസിഷൻ നേരെയായിരിക്കും. അപ്പോൾ പൊസിഷന് ഒരു മാറ്റം ഇല്ലെങ്കിൽ ഗ്രാഫിൽ അതിൻ്റെ ലൈൻ എങ്ങനെയായിരിക്കും? നേരെയായിരിക്കും. അപ്പോൾ നിശ്ചലാവസ്ഥയിൽ എന്തായിരിക്കും? സമയം മാറും തോറും അത് എവിടെയാണ് നിൽക്കുന്നത്? നിശ്ചലാവസ്ഥയിലാണ്. ഈ പൊസിഷന് വല്ല ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പൊസിഷന് ചേഞ്ച് വരുന്നില്ലെങ്കിൽ അത് നേരെ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ സമചലനത്തിലുള്ള വസ്തു എങ്ങനെയായിരിക്കും? നേർരേഖയിലൂടെ പാസ് ചെയ്യും. ഇതാണ്. അപ്പോൾ സമചലനത്തിലുള്ള ഒരു വസ്തുവിൻ്റെ സ്ഥാനസമയ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് സ്ഥാനസമയ ഗ്രാഫ് വരുമ്പോഴാണ് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈൻ വരിക കേട്ടോ. ഇങ്ങനെ സമചലനത്തിലുള്ളതിൻ്റെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുള്ളൂ. സ്ഥാനസമയ ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നോക്കണം, വസ്തുവിൻ്റെ സ്ഥാനസമയം പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. കൺഫ്യൂഷൻസ് വരും. എല്ലാ ഗ്രാഫുകളും തന്നിട്ടാവും, 4 ഗ്രാഫ് തന്നിട്ട് അതിലേതാണ് ശരിയെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. സ്ഥാനസമയമാവണമെങ്കിൽ മാത്രമാണ് എന്ത് ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ദൂരവും സ്ഥാനാന്തരവും. ദൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡിസ്റ്റൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിന് എന്താണ് പറയുന്നത്? സ്ഥാനാന്തരം. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇനി ദൂരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു സഞ്ചരിച്ച പാതയുടെ നീളത്തിന് പറയുന്ന പേരാണ് ദൂരം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് ആലോചിക്കും. ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പോൾ സഞ്ചരിച്ച പാതയുടെ നീളമാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദൂരം എന്ന് പറയുന്നത് സഞ്ചരിച്ച പാതയുടെ നീളമാണ്. ഇനി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം. നേർരേഖാ ദൂരം എന്നാണ് പറയുന്നതാണ് സ്ഥാനാന്തരം. ദൂരമാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതാണ് എന്ത്?
സ്ഥാനാന്തരം. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വേഗത്തിലെത്താൻ പറ്റുന്ന ഒരു നേർരേഖ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പോയത് എങ്ങനെയാണ്? ഈ ദൂരം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സഞ്ചരിച്ചത് ആ പാതയുടെ നീളമാണ് ദൂരം. അപ്പോൾ നമ്മുടെ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം. ഇനി ഈ ദൂരത്തിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റേയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മീറ്റർ തന്നെയായിരിക്കും. ദൂരത്തിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും, മീറ്റർ തന്നെയായിരിക്കും. ആദ്യ സ്ഥാനത്തു നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിന് ദിശയും പരിമാണവുമുണ്ട്. സ്ഥാനാന്തരത്തിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതുപോലെ മാഗ്നിറ്റ്യൂഡിനാണ് നമ്മൾ എന്ത് പറയുക? പരിമാണം എന്ന് പറയുന്നത്. ദിശ, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ സ്ഥാനാന്തരത്തിന് എന്തുണ്ട്? ദിശയുമുണ്ട്, അതുപോലെ പരിമാണവുമുണ്ട്. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷൻസും ഉണ്ട് സ്ഥാനാന്തരത്തിന്. അതുകൊണ്ട് സ്ഥാനാന്തരത്തിന് എന്ത് പറയും? സദിശ അളവ്. അപ്പോൾ സ്ഥാനാന്തരം എന്താണ്? സദിശ അളവാണ്. സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. സദിശ അളവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് വെക്റ്ററാണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്? ഡയറക്ഷനുണ്ട്, അതുപോലെ തന്നെ അതിന് മാഗ്നിറ്റ്യൂഡുണ്ട്, അതുപോലെ ഡയറക്ഷനുണ്ട്. സദിശ അളവ്. എന്നാൽ ഡിസ്റ്റൻസിന് എന്താണുള്ളത്? ഡിസ്റ്റൻസിന്, ദൂരത്തിന് എന്താണ്? അതൊരു അദിശ അളവാണ്. അദിശ അളവ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഡയറക്ഷനില്ല, മാഗ്നിറ്റ്യൂഡില്ല. അപ്പോൾ മാഗ്നിറ്റ്യൂഡില്ല, ദിശ പറയേണ്ട ആവശ്യമില്ല അവിടെ. അപ്പോൾ അദിശ അളവ് എന്ന് പറയേണ്ട ദിശ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ദിശയുടെ ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ പരിമാണം മാത്രമേ പറയേണ്ടുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദൂരം ഒരു അദിശ അളവാണ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ സദിശ സ്ഥാനാന്തരം അല്ലേ? സദിശ എന്ന് എഴുതുമ്പോൾ സ്ഥാനാന്തരം എന്ന് ഓർത്തിരുത്താൽ മതി കേട്ടോ. ഇത് എപ്പോഴും എല്ലാവർക്കും മാറിപ്പോകാറുണ്ട്. അപ്പോൾ സദിശ അളവ് ഏതാണ്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അദിശ അളവ്, ഡിസ്റ്റൻസ് ആണ് അദിശ അളവാണ്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ അദിശ അളവ് കൊണ്ടായിരിക്കും നമ്മളെ സ്പീഡ് കാണുന്നത്. സ്പീഡ് എന്താണ്? വെലോസിറ്റി ബൈ ടൈം എന്ന് പറയില്ല. അപ്പോൾ വെലോസിറ്റി എന്ത് തന്നെ ആയിരിക്കും? വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുമ്പോൾ വെലോസിറ്റിയും ഒരു അദിശ അളവായിരിക്കും. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ സദിശ അളവും അതുപോലെ ദൂരം എന്ന് പറയുന്നത് അദിശ അളവാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി പറയുന്നത് സ്ഥാനാന്തരത്തിൻ്റെയും പാദദൈർഘ്യത്തിൻ്റെയും പരിമാണം തുല്യമല്ല. സ്ഥാനാന്തരത്തിൻ്റെയും പാദദൈർഘ്യത്തിൻ്റെയും പരിമാണം തുല്യമല്ല. മാഗ്നിറ്റ്യൂഡ് എന്താണ്? തുല്യമല്ല എന്നാണ് പറയുന്നത്. അതുപോലെ സ്ഥാനാന്തരം, ഇപ്പോൾ നമ്മൾ ഇത് 2 കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ദൂരവും സ്ഥാനാന്തരം. സഞ്ചരിച്ച പാതയുടെ ആകെ നീളം നമ്മൾ പറഞ്ഞിരുന്നു. സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇതും പറഞ്ഞിരുന്നു. സദിശ അളവ് എന്താണ്? സ്ഥാനാന്തരം. ഇത് ഓർത്തിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞത് സദിശ അളവ് സ്ഥാനാന്തരം. അദിശ അളവ് ദൂരം. സ്ഥാനാന്തരത്തിൻ്റെ പരിമാണത്തോട് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കും. ദൂരത്തിൻ്റെ പരിമാണത്തോട് തുല്യമോ അതിൽ കുറവോ ആയിരിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ദൂരവും സ്ഥാനാന്തരവും പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എയിൽ നിന്നും ബിയിലേക്ക് നമ്മൾ ദൂരം ഇത് തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ദൂരവും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? സ്ഥാനാന്തരം എന്തായിരിക്കും? നമ്മൾ ഈ ഡയറക്ഷൻ, ഈ നേർരേഖയിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറയുന്നത്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം അല്ലേ? അപ്പോൾ സ്ഥാനാന്തരവും ദൂരവും ഇവിടെ സെയിം ആണ്. നമ്മൾ നേർരേഖയിലൂടെയാണ് ചലിച്ചത്. അതുപോലെ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ചലനമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ്, ദൂരം സ്ഥാനാന്തരത്തിന് തുല്യമായിരിക്കും ചില ടൈമിൽ. എന്ന് വെച്ചാൽ നേർരേഖയിലൂടെ പോയി കഴിഞ്ഞാൽ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും. പിന്നെ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ദൂരം. ഈ ദൂരം എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ? ദൂരം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ഇതല്ലേ? സ്ഥാനാന്തരത്തിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സ്ഥാനാന്തരത്തിൻ്റെ പരിമാണത്തോടോ തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കും. അപ്പോൾ തുല്യം എന്ന് പറഞ്ഞാൽ ഇതും, അതിൽ കൂടുതലോ ആയിരിക്കും എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ എന്താണ്? സ്ഥാനാന്തരത്തിൻ്റെ പരിമാണത്തോട് തുല്യമോ അതിൽ കൂടുതലായിരിക്കും. ഇനി ഇവിടെ എന്താണ്? സ്ഥാനാന്തരത്തിന് എന്താ പറയുക? ദൂരത്തിൻ്റെ പരിമാണത്തോട് തുല്യമോ നമ്മൾ പറഞ്ഞു, അതിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതിന് നേരെ തിരിവിൽ പറഞ്ഞതാണ്. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എന്താണ്? കുറവല്ലേ? സ്ഥാനാന്തരം ദൂരത്തിനേക്കാളും കുറവല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൂരത്തിൻ്റെ പരിമാണത്തോട് തുല്യമോ അതിൽ കുറവോ ആയിരിക്കും. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഒന്നും കൂടി കേട്ടാൽ മതി കേട്ടോ ഈ വീഡിയോ.
ഇനി നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 2016 HSA ഫിസിക്കൽ സയൻസിൽ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഇതിന് ഉത്തരം എന്തായിരിക്കും? ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമായിരിക്കും. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിനേക്കാൾ ചെറുതോ. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കും അല്ലേ? സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ അത് ചെറുതായിരിക്കും. ചെറുതോ അല്ലെങ്കിൽ എന്താണ്? തുല്യമായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ വരിക കേട്ടോ. ഇനി പറയുന്നത് ഇവിടെ നോക്കിയേ, ഒരു ചലനഗതിയിൽ സ്ഥാനാന്തരത്തിൻ്റെ പരിമാണം 0 ആവാം, എന്നാൽ അവിടുത്തെ പാതദൈർഘ്യം 0 ആവില്ല അല്ലേ? ഒരു ചലനഗതിയിൽ സ്ഥാനാന്തരത്തിൻ്റെ പരിമാണം എങ്ങനെയാണ് 0 ആവുന്നത്? ആലോചിച്ച് നോക്കിയൊക്കെ. ഇപ്പോൾ നമ്മൾ എയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് എയിലേക്ക് തന്നെ വന്നു അല്ലേ? എയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് എയിലേക്ക് തന്നെ വരുമ്പോൾ അവിടുത്തെ സ്ഥാനാന്തരം എന്തായിരിക്കും? സ്ഥാനാന്തരം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെയല്ലേ അവസാനിച്ചേ? അപ്പോൾ സ്ഥാനാന്തരം എന്തായിരിക്കും? 0 ആവാം അല്ലേ? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ അവസാനിക്കുമ്പോൾ സ്ഥാനാന്തരം 0 ആവും. പക്ഷേ ദൂരം 0 ആവോ? ഇല്ല. കാരണം ദൂരം എന്ന് പറയുമ്പോൾ ഇത്രയും സഞ്ചരിച്ചില്ലേ. അപ്പോൾ അത് കാരണം ദൂരം 0 ആവില്ല. സ്ഥാനാന്തരത്തിന് എന്ത് സംഭവിക്കും? 0 ആവാം. അപ്പോൾ ഒരു ചലനഗതിയിൽ സ്ഥാനാന്തരത്തിൻ്റെ പരിമാണം 0 ആവാം, എന്നാൽ അവിടെയുള്ള പാതദൈർഘ്യം 0 ആവില്ല. പാതദൈർഘ്യം എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ്, ദൂരം 0 ആവില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഓഡോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തതാണ് വേഗവും പ്രവേഗവും. അപ്പോൾ നമ്മൾ ഈ ദൂരവും സ്ഥാനാന്തരവും പഠിച്ച പോലെ തന്നെയാണ് വേഗവും പ്രവേഗവും. സിമ്പിളാണ്. അപ്പോൾ വേഗം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം സ്പീഡാണ്. അതുപോലെ പ്രവേഗം എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി. പ്രവേഗം, ഇത് മറക്കരുത്, പ്രവേഗം വെലോസിറ്റി. അപ്പോൾ നമ്മൾ ദൂരം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ്. അതുപോലെ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അപ്പോൾ ഈ ദൂരം, അപ്പോൾ ദൂരം ബൈ സമയം, നമ്മൾ സഞ്ചരിച്ച യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിന് പറയുന്നതാണ് എന്ത്? വേഗം. അത് നമ്മൾ എങ്ങനെ എഴുതും? വേഗം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ്. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ്. അപ്പോൾ എന്താണ്? വേഗം എന്നാണ് എന്താ പറയുക? സ്പീഡിന് പറയുക. വേഗം ഈക്വൽ ടു ദൂരം ബൈ സമയം. വേഗം ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. അപ്പോൾ ഇത് നമുക്കറിയാം. ദൂരം എന്താണ്? എന്തളവാണെന്നാണ് പറയുക? അദിശ അളവാണോ സദിശ അളവാണോ ദൂരം എന്ന് പറയുന്നത് അദിശ അളവാണ് അല്ലേ? അദിശ അളവാണ്. അപ്പോൾ ദൂരം അദിശ അളവാണെങ്കിൽ വേഗം എന്തായിരിക്കും? വേഗവും ഒരു അദിശ അളവായിരിക്കും. അപ്പോൾ ദൂരം അദിശ അളവ്, വേഗവും അദിശ അളവാണ്. ഇനി നമ്മൾ സ്ഥാനാന്തരം, ഇനി പ്രവേഗം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വെലോസിറ്റി, ഇതാണ് പ്രവേഗത്തിന് പറയുക. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം, ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഒരു സദിശ അളവാണ്. അപ്പോൾ വെലോസിറ്റി എന്തായി മാറും? സദിശ അളവായിരിക്കും. അപ്പോൾ യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം വേഗം ഒരു അദിശ അളവാണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ വേഗതയുടെ യൂണിറ്റ് നമ്മൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററാണ് അല്ലേ? ഡിസ്റ്റൻസിൻ്റെ മീറ്ററാണ്. അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റണം. മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതണം. അപ്പോൾ ഇതിലും എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് യൂണിറ്റ്. അപ്പോൾ പറഞ്ഞാണ് യൂണിറ്റ് സമയം ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. പ്രവേഗത്തിന് നമുക്ക് സ്ഥാനാന്തരം ബൈ സമയം എന്ന് പറയാം. അതിൽ പ്രവേഗത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗം ഒരു സദിശ അളവാണ്. ഇനി അടുത്തൊരു ടോപ്പിക്, ഇത് എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ നമ്പറൊക്കെ മാറ്റിയിട്ടാണ് തരാറുള്ളത് കേട്ടോ. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ എത്രയാണ്? ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. അപ്പോൾ ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ എത്രയാണ്? 1667 കിലോമീറ്റർ വേഗത്തിൽ. ഇനി ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ എത്രയാണ്? ഏതാണ്ട് ഈ കിലോമീറ്ററിൽ വരും. 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ് എന്താ? ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഇത് ഭൂമി സ്വയം തിരിയുന്നതാണ്. 1 മണിക്കൂറിലാണ് പറയുന്നത് കേട്ടോ. ഇത് ഓർത്തിരിക്കണം. ഇനി അടുത്തതാണ് നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് എന്ത്? നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വ്യോമഗതാഗതത്തിലും സമുദ്ര ഗതാഗതത്തിലും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എത്രയാണ്? 1.852 കിലോമീറ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ, ഇത് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഒരു നോട്ടിക്കൽ മൈൽ, 1 നോട്ടിക്കൽ മൈൽ ഈക്വൽ ടു 1.852 കിലോമീറ്റർ ആണ്.
കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? നോട്ട്. അപ്പോൾ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റാണ് നോട്ട്. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. നമ്മൾ എന്തിനാണ്? സമുദ്ര ഗതാഗത രംഗത്തും അതുപോലെ തന്നെ വ്യോമയാന ഗതാഗത രംഗത്തും അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. ഇതാണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചധികം ടോപ്പിക്കുണ്ട്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി സമവേഗവും അസമവേഗവും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഈസിയാണ്, സമപ്രവേഗവും പ്രവേഗവും അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ കുറച്ചുണ്ട്. പിന്നെ നമുക്ക് ഗ്രാഫ് പഠിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ കുറച്ച് ആദ്യപ്രവേഗം അന്ത്യപ്രവേഗം അങ്ങനെ കുറച്ചധികം ടോപ്പിക്കുകളുണ്ട്. ചലന സമവാക്യങ്ങളും അതുപോലെ മന്ദീകരണം ത്വരണം അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ കേൾക്കാം കേട്ടോ. താങ്ക് യു.